നമസ്കാരം. ഫുട്ബോൾ ലോകം അത്ഭുതങ്ങളുടേതാണ്. കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ ഓരോ ലോകകപ്പും ജനിക്കുന്നത് ചില പുതിയ ഇതിഹാസങ്ങൾക്കും നെഞ്ചുലയ്ക്കുന്ന കാവ്യങ്ങൾക്കും ജന്മം നൽകാനാണ്. 2026 ലോകകപ്പ് മത്സരങ്ങൾക്ക് പന്തുരുളാൻ തുടങ്ങുമ്പോൾ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ലോകകപ്പ് വേദിയിലേക്ക് ആദ്യമായി ചുവടുവയ്ക്കുന്ന കേപ്പ് വെർദെ എന്ന കൊച്ചു ദ്വീപരാഷ്ട്രവും തമ്മിൽ പ്രീ ക്വാർട്ടർ യോഗ്യതയ്ക്കായുള്ള റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ നേർക്കുനേർ വരുമെന്ന് ലോകത്ത് ഒരു ഫുട്ബോൾ നിരീക്ഷകൻ പോലും പ്രവചിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ഗ്രൂപ്പ് ഘട്ടങ്ങൾ അവസാനിക്കുമ്പോൾ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും വൈകാരികവും ഉദ്വേഗഭരിതവുമായൊരു മഹാപോരാട്ടത്തിനാണ് മിയാമിയിലെ മൈതാനം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ഭൂപടത്തിൽ ഒരു ചെറിയ ബിന്ദു മാത്രമായി കിടക്കുന്ന ഫുട്ബോൾ ഭ്രാന്തന്മാർക്ക് അധികം പരിചിതമല്ലാത്ത കേപ്പ് വെർദെ എന്ന രാജ്യം തങ്ങളുടെ കണ്ണീരും വിയർപ്പും കൊണ്ട് എഴുതി ചേർത്തത് ഒരു സിൻഡ്രല്ല കഥയേക്കാൾ മനോഹരമായ ഒരു ഫുട്ബോൾ കാവ്യമാണ്. സ്പെയിൻ, ഉറുഗ്വായ്, സൗദി അറേബ്യ തുടങ്ങിയ വമ്പന്മാരെ സമനിലയിൽ തളച്ച് ലോകകപ്പിൻ്റെ നോക്കൗട്ട് ഘട്ടത്തിലെത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന ചരിത്രം കുറിച്ച ഈ കൊച്ചു ദ്വീപ് ഇപ്പോൾ മെസ്സി എന്ന യുഗപുരുഷൻ്റെ സിംഹാസനത്തിന് നേരെയാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ഇത് കേവലം രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് ഫുട്ബോളിൻ്റെ ആകാശത്തെ സൂര്യനും ഭൂമിയിലെ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചു നക്ഷത്രവും തമ്മിലുള്ള വികാരനിർഭരമായ ഒരു യുദ്ധമാണ്. കേപ്പ് വെർദെയുടെ ഈ സ്വപ്ന തുല്യമായ കുതിപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യായങ്ങളിൽ ഒന്നായി മാറും. ലോകകപ്പിന് മുൻപ് ആരും ഒരു വിലയും കൽപ്പിക്കാതിരുന്ന, കളിക്കാരുടെ പേരുകൾ പോലും ലോകത്തിന് അപരിചിതമായിരുന്ന ഒരു ടീം എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ഇവിടം വരെ എത്തിയത്. മിയാമിയിലെ പുൽത്തകിടിയിൽ തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ മത്സരത്തിന് അവർ ഇറങ്ങുമ്പോൾ ആഫ്രിക്കൻ ഫുട്ബോളിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും പ്രാർത്ഥനകളും ആ കുഞ്ഞ് നെഞ്ചുകളിലുണ്ട്. മറുവശത്ത് തനിക്ക് കഴിഞ്ഞ 3 വർഷമായി തണലേകിയ മിയാമി എന്ന നഗരത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ മറ്റൊരു ലോകകപ്പ് കിരീടത്തിലേക്ക് അർജന്റീനയെ നയിക്കാൻ ലയണൽ മെസ്സി ബൂട്ട് കെട്ടുകയാണ്. കടലാസിൽ അർജന്റീന തന്നെയാണ് പൂർണ്ണ മേധാവിത്വം എങ്കിലും ഭയമില്ലാത്ത കളിയഴകുമായി മുന്നേറുന്ന കേപ്പ് വെർദെയെ ഒട്ടും വില കുറച്ച് കാണരുതെന്ന് അർജന്റീനയുടെ പരിശീലകൻ ലയണൽ സ്കലോണിക്ക് നന്നായി അറിയാം. കാരണം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ്റെ പോരാട്ട വീര്യത്തേക്കാൾ ഭയക്കേണ്ടതായി ഫുട്ബോളിൽ മറ്റൊന്നുമില്ല. ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ആകർഷണം കേപ്പ് വെർദെയുടെ കാവലാളായ ഗോൾ കീപ്പർ വോസിഞ്ഞയും ഫുട്ബോൾ ലോകത്തെ മന്ത്രവാദിയായ ലയണൽ മെസ്സിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. ഈ ലോകകപ്പിൽ 2 ക്ലീൻ ഷീറ്റുകളുമായി കോട്ട പോലെ കാവൽ നിൽക്കുന്ന വോസിഞ്ഞയ്ക്ക് മുന്നിലേക്ക് വരുന്നത് 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുമായി ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ പദവി പങ്കിടുന്ന സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. എന്നാൽ അർജന്റീനയെ സംബന്ധിച്ച് വോസിഞ്ഞ മാത്രമല്ല അവരുടെ ചിന്ത. ഗ്രൂപ്പ് ഘട്ടത്തിൽ കേവലം 1 ഗോൾ മാത്രം വഴങ്ങിയ അവരുടെ പ്രതിരോധം ഇതുവരെ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. ആക്രമണ നിരയിൽ മെസ്സിയുടെ 6 ഗോളുകൾ മാറ്റി നിർത്തിയാൽ ബാക്കി 2 ഗോളുകൾ മാത്രമാണ് ലൗട്ടാരോ മാർട്ടിനസും ജിയോവനോ ലോ സെൽസോയ്ക്കും നേടാനായത്. മെസ്സിയെ മാത്രം അമിതമായി ആശ്രയിക്കുന്ന അർജന്റീനയുടെ ഈ രീതിക്ക് മാറ്റം വരുത്താൻ സ്കലോണി ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കും. ഓസ്ട്രിയക്കെതിരെ വിജയം നേടിയ ആ പഴയ വിശ്വസ്ത നിരയെ തന്നെയാണ് സ്കലോണി മിയാമിയിൽ അണിനിരത്താൻ സാധ്യത. ക്രിസ്ത്യാനോ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും പ്രതിരോധ കോട്ട കാക്കുമ്പോൾ ജോർദാനെതിരെ ഗോൾ നേടി ഫോമിലേക്ക് ഉയർന്ന ലൗട്ടാരോ മാർട്ടിനസ് ജൂലിയസ് അൽവാരസിന് പകരക്കാരനായി മുന്നേറ്റ നിരയിൽ മെസ്സിക്കൊപ്പം അണിനിരക്കും. എങ്കിലും ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും എക്കാലത്തെയും പോലെ ലയണൽ മെസ്സി എന്ന ആ 10ാം നമ്പർകാരനിലേക്ക് തന്നെയായിരിക്കും. തൻ്റെ 6ാമത്തെയും ഒരുപക്ഷെ അവസാനത്തെയും ലോകകപ്പ് കളിക്കുന്ന മെസ്സിക്ക് ഇത് തൻ്റെ കിരീട സംരക്ഷണമെന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു നിർണായക ചുവടുവെപ്പാണ്. കേപ്പ് വെർദെയുടെ പ്രതിരോധ പൂട്ടുകൾ പൊളിച്ച് മുന്നേറാൻ അർജന്റീനയ്ക്ക് തങ്ങളുടെ നായകൻ്റെ മാന്ത്രിക നിമിഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. ലോക റാങ്കിങ്ങിൽ 64ാം സ്ഥാനത്തുള്ള ഒരു രാജ്യം നിലവിലെ ലോക ചാമ്പ്യന്മാരുടെ സിംഹാസനം പിടിച്ചുലയ്ക്കാൻ നോക്കുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് അർജന്റീന ആരാധകരുടെ നെഞ്ചിൽ ഭീതിയുടെ നിഴൽ വീഴ്ത്തുന്നുണ്ട്. മൊറോക്കോ ഇതിനകം പ്രീ ക്വാർട്ടറിൽ എത്തിയതും കോങ്കോയും സെനഗലും വിരോചിതമായി പോരാടി പുറത്തായതും കണക്കിലെടുക്കുമ്പോൾ ഇനി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഏക പ്രതീക്ഷ ഈ കുഞ്ഞു ദ്വീപ് രാജ്യമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയിലൂടെ ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ തങ്ങളുടെ പേര് കൊത്തിവെക്കാനാകും എന്ന് അവർ വിശ്വസിക്കുന്നു. ഈ മത്സരം സമ്മാനിക്കുന്ന വൈകാരികത അതിരുകളില്ലാത്തതാണ്. ഒരു ചെറിയ അശ്രദ്ധയോ പരാജയമോ ഉണ്ടായാൽ അത് ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിൻ്റെ ലോകകപ്പ് യാത്രയ്ക്ക് അപ്രതീക്ഷിതവും വേദനാജനകവുമായ ഒരു അന്ത്യം കുറിക്കും. ലോകകപ്പിൻ്റെ മണ്ണിൽ മെസ്സിയുടെ കണ്ണീര് വീഴുന്ന ഒരു കാഴ്ച താങ്ങാൻ ഫുട്ബോൾ ലോകത്തിന് ഇനി കഴിയില്ല. അതുകൊണ്ട് തന്നെ തുടർച്ചയായ 2ാം ലോകകപ്പ് കിരീടം എന്ന സ്വപ്നത്തിലേക്ക് അർജന്റീനയ്ക്ക് ഈ കടമ്പ കടന്നേ തീരൂ. എന്നാൽ ഫുട്ബോളിൻ്റെ വന്യമായ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നത് ഇത്തരം അട്ടിമറി സാധ്യതകളിലാണ്. മിയാമിയിലെ ആ രാത്രിയിൽ
ഒന്നുകിൽ ഡേവിഡിന് മുന്നിൽ ഗോലിയത്ത് വീഴുന്ന അത്ഭുത ചരിത്രം ജനിക്കും, അല്ലെങ്കിൽ ലോക ചാമ്പ്യന്മാരുടെ ആധികാരികമായ വന്യതയ്ക്ക് മുന്നിൽ ഒരു കുഞ്ഞു ദ്വീപിൻ്റെ സ്വപ്നങ്ങൾ കണ്ണീരോടെ വിട പറയും. എന്തു തന്നെയായാലും കാൽപന്ത് കളി അതിൻ്റെ എല്ലാ വൈകാരികതയോടും കൂടി ആ മണ്ണിൽ പുനർജനിക്കുക തന്നെ ചെയ്യും. മറ്റൊരു മത്സരത്തിൽ അമേരിക്കയിലെ കൻസാസ് സിറ്റിയിലുള്ള മൈതാനത്ത് ഘാനയും കൊളംബിയയും നേർക്കുനേർ വരുമ്പോൾ കളിമുറ്റത്ത് കണ്ണിലിരിയുമെന്നത് ഉറപ്പായ കാര്യമാണ്. ലോകകപ്പിൻ്റെ ചരിത്രത്താളുകളിൽ തങ്ങളുടെ ചോരയും വിയർപ്പും കൊണ്ട് പുതിയൊരു അധ്യായം എഴുതി ചേർക്കാൻ ഇരുപക്ഷവും ഇറങ്ങുമ്പോൾ ഇത് കേവലം 90 മിനിറ്റിലെ പന്തുകളി മാത്രമല്ല, മറിച്ച് രണ്ട് വിഭിന്ന ഭൂഖണ്ഡങ്ങളുടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളുടെയും പ്രാർത്ഥനകളുടെയും സമ്മേളനമാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അഗ്നി പരീക്ഷകൾ കടന്ന് നോക്കൌട്ടിൻ്റെ സമ്മർദ്ദ കടലിലേക്ക് ഇറങ്ങുന്ന ഈ രണ്ട് വൻശക്തികളും തമ്മിലുള്ള പോരാട്ടം ഫുട്ബോളിൻ്റെ വന്യമായ സൗന്ദര്യത്തെയും അതിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരസാന്ദ്രമായ നിമിഷങ്ങളെയും വീണ്ടും ജ്വലിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ്. കൊളംബിയൻ കാൽപന്ത് കളിയുടെ ചരിത്രത്തിലെ ഏറ്റവും സുവർണമായൊരു കാലഘട്ടത്തിലൂടെയാണ് ആ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. 2025 മാർച്ചിന് ശേഷം കളിച്ച 16 മത്സരങ്ങളിൽ കേവലം 2 തവണ മാത്രമാണ് അവർക്ക് പരാജയം രുചിക്കേണ്ടി വന്നത്. ഈ ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലും ഉസ്ബെക്കിസ്ഥാനെയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും തകർത്തുവിട്ട അവർ കരുത്തരായ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ചാണ് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത്. വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ കൊളംബിയൻ കടുവകൾ അത്യന്തം ഉയരത്തിലാണ് എങ്കിലും ഘാന എന്ന ആഫ്രിക്കൻ കരുത്തരെ അവർ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് ഇനിയൊരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കാനുള്ള ഊർജ്ജം തങ്ങൾക്കുണ്ടെന്ന് കൊളംബിയൻ പരിശീലകൻ നെസ്റ്റർ ലൊറൻസോ വിശ്വസിക്കുമ്പോഴും എതിരാളികളുടെ അപ്രതീക്ഷിത പ്രത്യാക്രമണങ്ങളെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. ഭാഗ്യവും കഠിനാധ്വാനവും ഒത്തുചേർന്നാൽ മാത്രമേ ഈ സമ്മർദ്ദഘട്ടത്തെ അതിജീവിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം തൻ്റെ കളിക്കാരെ ഓർമ്മിപ്പിക്കുന്നു. മറുവശത്ത് ഫുട്ബോൾ ലോകം എന്നും കറുത്ത കുതിരകളായി വിശേഷിപ്പിക്കുന്ന ബ്ലാക്ക് സ്റ്റാർസ് എന്ന ഘാന കളിയിലെ പ്രവചനങ്ങളെ അട്ടിമറിക്കാൻ പോകുന്നവരാണ്. കളിക്കളത്തിൽ പന്ത് കൈവശം വയ്ക്കുന്നതിൽ തങ്ങളുടെ എതിരാളികളെക്കാൾ വളരെ പിന്നിലായിരുന്നിട്ടും പ്രതിരോധത്തിൻ്റെ കോട്ട കെട്ടിയും കൗണ്ടർ അറ്റാക്കുകളിലൂടെയും കളി പിടിച്ചെടുക്കുന്നതാണ് ഘാനയുടെ ശൈലി. ഗ്രൂപ്പ് ഘട്ടത്തിൽ പനാമയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച അവർ കരുത്തരായ ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിരുന്നു. ക്രൊയേഷ്യയോട് പൊരുതി തോറ്റുവെങ്കിലും തങ്ങളുടെ തനത് പ്രതിരോധ ശൈലിയിലൂടെ ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഘാന തെളിയിച്ചു കഴിഞ്ഞു. ഈ മത്സരത്തിലും കൊളംബിയ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ച് ആക്രമിക്കുമ്പോൾ ആ സമ്മർദ്ദത്തെ അതിജീവിച്ച് വിജയം പിടിച്ചെടുക്കുക എന്ന തന്ത്രമാകും ഘാന പുറത്തെടുക്കുക. ഈ മഹാപോരാട്ടത്തിന് മുന്നോടിയായി ഘാനയുടെ പരിശീലകൻ കാർലോസ് ക്യൂറോസ് പങ്കുവച്ച വാക്കുകൾ കളിക്കാരുടെ മനസ്സിലെ വികാരങ്ങളെ തൊട്ടറിയുന്നതായിരുന്നു. കളിക്കളത്തിലേക്ക് കൂടുതൽ സമ്മർദ്ദങ്ങൾ വലിച്ചിഴക്കേണ്ടതില്ല എന്നും കളി ആരംഭിച്ചു കഴിഞ്ഞാൽ തൻ്റെ കളിക്കാർ ഓരോ നിമിഷവും ആസ്വദിച്ച് കളിക്കണമെന്നുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഓരോ വെല്ലുവിളിയെയും നെഞ്ചുറപ്പോടെ നേരിടാൻ തൻ്റെ കുട്ടികൾക്ക് കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരൊറ്റ പിഴവ് പോലും ടൂർണമെൻറ്റിന് പുറത്തേക്കുള്ള വഴി തുറക്കുമെന്ന യാഥാർത്ഥ്യം ക്യൂറോസിന് നന്നായി അറിയാം. ഘാനയുടെ നായകൻ ആന്ദ്രെ അയൂവും ഇതേ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. കടുത്ത സമ്മർദ്ദങ്ങൾക്ക് കീഴിൽ കൂടുതൽ കരുത്തോടെ ഉണർന്നു കളിക്കുക എന്നത് ഘാനയുടെ ചോരയിൽ ഉള്ളതാണ് എന്നും തൻ്റെ സഹപ്രവർത്തകർ മൈതാനത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കാൻസാസ് സിറ്റിയിലെ ഈ മൈതാനം ഇതിനകം തന്നെ ലയണൽ മെസ്സിയുടെ ഹാട്രിക് ഉൾപ്പെടെ ഈ ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ പല നിമിഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണാണ്. അത്തരമൊരു ചരിത്രഭൂമിയിൽ ഘാനയും കൊളംബിയയും നേർക്കുനേർ വരുമ്പോൾ അത് ഫുട്ബോൾ പ്രേമികൾക്ക് സമ്മാനിക്കുക കണ്ണീരും ചോരയും കലർന്ന ഒരു വൈകാരിക അനുഭവമായിരിക്കും. 90 മിനിറ്റിലെ പോരാട്ടത്തിനൊടുവിൽ ഒരു കൂട്ടർ വിജയശ്രീലാളിതരായി അടുത്ത ഘട്ടത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ മറുവശത്ത് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും തകർന്ന് കളിക്കാർ മൈതാനത്ത് കണ്ണീരൊഴുക്കുന്ന ദയനീയ കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. കാൽപന്ത് കളിയുടെ വന്യമായ സൗന്ദര്യവും ക്രൂരതയും ഒരേപോലെ ഒളിഞ്ഞിരിക്കുന്ന ഈ നോക്കൌട്ട് രാവിൽ ആരുടെ സ്വപ്നങ്ങൾക്കാണ് ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ കഴിയുക എന്ന് കാണാൻ ലോകം മുഴുവൻ ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.